റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു അഅറാബി വന്ന് ചോദിച്ചു, അല്ലിംനി കലാമൻ നഖൂലുഹു, നബിയേ എനിക്ക് പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരണേ നബിയേ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹു അക്ബറു കബീറാ വൽഹംദുലില്ലാഹി കസീറാ സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഹഉലാഇ ലിറബ്ബി ഫമാലി. ഇതൊക്കെ അള്ളാഹിനെ പറ്റിയല്ലേ നബിയെ പറയുന്നത്? എനിക്കെന്താണ് അങ്ങ് പഠിപ്പിച്ചു തരുന്നത്? എനിക്കെന്താ കിട്ടാനുള്ളത്? ഖുൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി അല്ലിംനി കലാമൻ നഖൂലുഹു. ഈ ദിക്ർ നമ്മുടെ ലൈവ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ലിംനി കലാമൻ നഖൂലുഹു, നബിയെ എനിക്ക് പറയാനുള്ള ഒരു അറിവ്, ഒരു ദിക്ർ അങ്ങ് പഠിപ്പിച്ചു തരണമേ എന്ന് പരിശുദ്ധ റസൂലിനോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖുൽ നിങ്ങൾ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ആരാധനക്കർഹനായവൻ. നമ്മൾ തലകുനിക്കേണ്ടത്, നിവർന്ന് നടക്കുന്ന നമ്മുടെ തല, നമ്മുടെ മുഖം, നമ്മുടെ നെറ്റി മണ്ണിലേക്ക് വെക്കാൻ നമ്മൾ അർഹതപ്പെട്ടത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹുവിന് മാത്രമാണ്. ലാ ശരീക ലഹു, അവൻ്റെ കൂടെ വേറെ ദൈവങ്ങളില്ല. ഒരു പ്രസിഡന്റ് മതി ഒരു രാജ്യത്തിന്, ഒരു രാജാവ് മതി ഒരു രാജ്യത്തിന്, രണ്ടെണ്ണം വേണ്ട, ഒന്നേ ഉള്ളൂ അല്ലാഹു. അവൻ സർവേശ്വരനാണ്, സർവശക്തനാണ്. അല്ലാഹു അക്ബറു കബീറാ, അല്ലാഹു ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഷയമാണ്. അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ മനുഷ്യൻ്റെ ശ്രദ്ധ ആകർഷിക്കേണ്ട ഏറ്റവും വലിയ ശ്രദ്ധ കിട്ടേണ്ട വിഷയം അള്ളാഹുവിൻ്റെ വിഷയമാണ്. അള്ളാഹു എല്ലാറ്റിനേക്കാളും വലുതാണ്. അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു അക്ബറു കബീറാ വൽഹംദുലില്ലാഹി കസീറാ. അള്ളാഹുവേ നിനക്കാണ് ഒരുപാട് സ്തുതി. സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ, ഈ പ്രപഞ്ചങ്ങളെ എല്ലാം പടച്ച റബ്ബേ. ഇപ്പം യൂണിവേഴ്സ് എന്നത് മൾട്ടിവേഴ്സ് എന്നാ പറയാ. നമ്മളൊക്കെ യൂണിവേഴ്സ് എന്നല്ലേ പറയാ. ഈ പ്രപഞ്ചം തന്നെ ഒരുപാട് ലോകങ്ങളുണ്ടെന്ന് അപ്പോൾ കണ്ടെത്തിയത് മൾട്ടിവേഴ്സ് ആണെന്ന് പറയാം. ഒന്നല്ല, വ്യത്യസ്തങ്ങളായ ലോകങ്ങളാണ് അത്രേ പ്രപഞ്ചത്തിലുള്ളത്. മൾട്ടിവേഴ്സാണ്. സുബ്ഹാനല്ലാഹ് റബ്ബുൽ ആലമീൻ. ഫാത്തിഹ തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹു ഇത് പറഞ്ഞല്ലേ, ബിസ്മി കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവാണ് അള്ളാഹു. ഇപ്പം നമുക്കിങ്ങ് തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ലോകങ്ങളാണ്, ഒരു ലോകമൊന്നും അല്ല എന്ന്. സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബേ നീ ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. ഒരു ന്യൂനതയുമില്ല, ട്രാൻസെൻഡ്. അതിനാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. അതാണ് നമ്മുടെ പ്രത്യേകത. ഹക്കീമായ അള്ളാഹുവിനെ നബി നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ലാ ഹൗല വലാ ഖുവത, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയ്ക്ക് വേണ്ടി ഊർജ്ജസ്വലമായി മുന്നോട്ട് വരാനും സാധിക്കണമെങ്കിൽ ഇല്ലാ ബില്ലാ, അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ലാതെ മനുഷ്യന് സാധ്യമല്ല. നമ്മുടെ ആരോഗ്യം, നമ്മുടെ തടി, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഖൽഖാണ് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യന് കഴിവ് നൽകിയത്. ഹൃദയം, ചിന്ത, നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ അവന് തീരുമാനിക്കാം. പക്ഷെ അതിൽ കഴിവ് അള്ളാഹു നമുക്ക് നൽകി. ഇതൊക്കെ അള്ളാഹു നൽകിയതാണ്. അള്ളാഹുവിൻ്റെ കഴിവില്ലാതെ മനുഷ്യന് അനങ്ങാൻ കഴിയില്ല, ഇബാദത്ത് ചെയ്യാനും കഴിയില്ല, തിന്മ ചെയ്യാനും കഴിയില്ല. പടച്ചവനെ, തിന്മ ചെയ്യാതെ നന്മയ്ക്ക് വരണമെങ്കിൽ, നന്മയ്ക്ക് മുന്നിടണമെങ്കിൽ, ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം, തത്വദീക്ഷയുള്ള അല്ലാഹുവേ, സർവ അധികാരമുള്ള അല്ലാഹുവേ, നീ നൽകുന്ന കഴിവല്ലാതെ ഞങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞേക്കേണമേ എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഖാല, ആ അറാബി പറഞ്ഞു. അറാബികൾ എന്ന് പറഞ്ഞത് മലമുകളിൽ ജീവിക്കുന്ന, ആടിനെ മേച്ച് നടക്കുന്ന ആളുകളാണ്. അവർക്ക് they don't know the etiquette of talking. അവർക്ക് സംസാരിക്കേണ്ട മര്യാദ ഒന്നും പറഞ്ഞുകൊള്ളുന്നില്ല. അവർക്കത് അറിയില്ല. അവരങ്ങനെ നിബിധങ്ങളൊക്കെ ഭയങ്കര രസകരമായി ചിരിക്കാറുണ്ട് അവരുടെ ചില ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഹൗലാഇ ലിറബ്ബി, ഇതൊക്കെ എൻ്റെ റബ്ബിനുള്ളതല്ലേ നബിയെ, ഇതൊക്കെ അള്ളാഹുവിനുള്ളതല്ലേ, അള്ളാഹ് അങ്ങനെയൊക്കെയാണ്. ഫമാലി, എനിക്കിപ്പോൾ എന്തെങ്കിലും കിട്ടണ്ടേ, എനിക്കെന്തെങ്കിലും കിട്ടാനുള്ള പറഞ്ഞൊരു നബിയെ. സുബ്ഹാനല്ലാഹ്.
ഇത് ചൊല്ലിയാൽ കൂലി കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ പറയാം, ഇതൊക്കെ അള്ളാഹിൻ്റെ പോരിശല്ലേ പോയി പറഞ്ഞതൊക്കെ, എനിക്കെന്താ കിട്ടേണ്ടത് നബിയെ, അതൊന്ന് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, ഖുൽ, നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരേണമേ, വർഹംനി, എന്നോട് കരുണ കാണിക്കണമേ, വഹ്ദിനി, എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കണമേ, വർസുഖ്നി, എനിക്ക് വേണ്ടതെല്ലാം നീ നൽകണമേ. മൂപ്പർക്കുള്ളതൊക്കെ കിട്ടിയപ്പോൾ അല്ലേ, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണിത്, ഒന്ന് ചൊല്ലി നോക്കി. അല്ലാഹുമ്മ യഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി. 4 കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരണമേ, വർഹംനി, പാവമായ എന്നോട് കരുണ കാണിക്കണേ റബ്ബേ, വഹ്ദിനി, നേരായ വഴിയിലേക്ക് എന്നെ വഴി നടത്തേണമേ, വർസുഖ്നി, എനിക്ക് റിസ്ക് നൽകണമേ. ദുനിയാവിൽ ജീവിക്കാൻ റിസ്ക് വേണം. പിന്നെ ഭക്ഷണം ഉണ്ടായി ജോലി ഉണ്ടായാൽ മാത്രം പോരല്ലോ, ജോലി ഉണ്ടായി നേർവഴിക്ക് ജീവിക്കണ്ടേ, നേർവഴിക്ക് ജീവിക്കണം. അള്ളാഹുവിൻ്റെ കരുണയില്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ നാളെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു മഗ്ഫിറത്തും തരണം. ഇത് 4 നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ഹാദാ ലി റബ്ബി, ഇതെല്ലാം എൻ്റെ റബ്ബിനുള്ളതല്ലേ, ഹൗലാഇ ലി റബ്ബി ഫമാലി, എനിക്കെന്താ നബിയെ ഉള്ളത്, ഇതൊക്കെ അള്ളാഹിൻ്റെതല്ലേ. എന്നാൽ നിങ്ങൾ പറഞ്ഞേക്കണം, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി എന്ന് അള്ളാഹുവിൻ്റെ ഹക്കീമായ ഇസ്മ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു.